എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വലിയ ഒരു പ്രത്യേകത തന്നെയുള്ള ദിവസമാണ്. നമുക്കറിയാം, ഇന്ന് ലോകം എമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെയാണ് വേൾഡ് മ്യൂസിക് ഡേ എന്ന് പറഞ്ഞ് സംഗീതത്തെയും ഓർക്കാനും സംഗീതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാനും അതിനെ ഓർക്കാനും ഒക്കെയുള്ള വേറൊരു ദിവസം കൂടിയാണ് ഈ ജൂൺ 21 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത രണ്ട് മഹത്തായ കാര്യങ്ങൾ ഒന്നിച്ചേരുകയും അതിനെയൊക്കെ ആദരിക്കുകയും അതിൽ കൂടെയൊക്കെ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും അതിൽ കൂടെയൊക്കെ ഉണ്ടാവുന്ന പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ലോകമെമ്പാടുമാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മളും ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കൂടുകയും അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ യോഗ എല്ലാവർക്കും അറിയാം. യോഗയെക്കുറിച്ച് ഈ കാലത്ത് പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയേണ്ട. അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാലഘട്ടത്തിൽ കുറേ അവയർനെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, യോഗ എന്ന് പറയുന്നത് ശരിക്കും ഒരു ശരീര അഭ്യാസം മാത്രമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക്, ആത്മാവിലേക്കുള്ള ഒരു യാത്രയാണ്. ശരിക്കും നമ്മൾ നോക്കിയാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ പിറന്നതാണ് ഈ പാരമ്പര്യം, അല്ലേ? ഈ പാരമ്പര്യത്തിൽ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ഒന്നാക്കുന്ന ഒരു ആരോഗ്യ മാർഗദർശനമെന്ന് വേണമെങ്കിൽ നമുക്ക് യോഗയെ കൃത്യമായിട്ട് പറയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്ക് ഇവിടെ വേറെ ഒരാളെ കൂടെ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ കൂടിയാണ്. സംഗീതത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് എന്താണ്, സംഗീതം തന്നെ നമ്മുടെ ജീവിതമല്ലേ. സംഗീതം കേൾക്കാത്തൊരു ദിവസം പോലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനും ഒരു സാധ്യതയുമല്ല. അപ്പോൾ ഈ രണ്ട് നമ്മുടെ പ്രത്യേകിച്ചും ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ കൂട്ടി യോജിപ്പിച്ച ഈ പ്ലാറ്റ്ഫോമിൽ അതിനെ ഒന്ന് ചെറിയ ഈ രീതിയിൽ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഓർക്കാനും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിഞ്ഞതിൽ, പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ സംഗീതത്തിൽ കൂടി ഒരുപാട് യാത്രയൊക്കെ നടത്തി ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും നിരന്തരമായ അതിൻ്റെ എല്ലാ എപ്പിസോഡുകളിലൊക്കെ ഞാൻ കഴിവതും വരാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഇൻ്റർനാഷണൽ യോഗ ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയുണ്ട്. പ്രിയപ്പെട്ട രമാവതി മാഡത്തിനെ ഈ ഇൻ്റർനാഷണൽ യോഗയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞ ഒരു ചെറിയ, നമുക്കൊക്കെയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ശ്വസനക്രിയയും ബ്രീതിങ് എക്സസൈസ് ചെറിയൊരു യോഗ, ഇൻ്റർനാഷണൽ യോഗ ദിനം നമ്മളും ഈ പ്ലാറ്റ്ഫോമിൽ ആദരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രീമതി രമാവതി മാഡത്തിനെ. വെൽക്കം മാഡം, യു ക്യാൻ ടേക്ക് ഓവർ ദിസ് പ്ലാറ്റ്ഫോം നൗ. വെൽക്കം മാഡം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാബു സാർ, മനോജ് കുമാർ സാർ, കാരണം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനാണ്, മ്യൂസിക് ഡേ ആണ്, അതിലുപരി എൻ്റെ ജന്മദിനം കൂടിയാണ്. എല്ലാവരും അറിയിക്കുകയാണ്, മൂന്നും കൂടിയാണ്. അപ്പം ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരു ഭൂമിക്ക് യോഗ ഒരാരോഗ്യം. അതാണ്, ഒരു ഭൂമിക്ക് യോഗ ഒരു ആരോഗ്യം. എന്തായാലും ഈ ചെറിയ ചെലവില്, അതായത് സാധാരണ നമ്മളിപ്പം എല്ലാവരും പറയും ജിമ്മിൽ പോകുന്നു എന്നൊക്കെ പറയും കുട്ടികൾ. ജിമ്മിൽ പോയി കഴിയുമ്പം നമ്മള് വ്യയം ചെയ്യാണ്, ആരോഗ്യം നശിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ചില കുട്ടികളാണ് 8 മുട്ട പുഴുങ്ങി കൊടുക്കണം, ഇത്ര ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലുപരി നമ്മൾ വീട്ടിൽ തന്നെ ഒരു മാറ്റോ അല്ലെങ്കിൽ വിരിപ്പോ വിരിച്ചിട്ട് ചെറിയ രീതിയിൽ അരമണിക്കൂർ യോഗ ചെയ്യാവുന്നതാണ്. കാരണം അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കൂലി വരമ്പത്ത് എന്നാ പറയാ. അത് പറയാൻ കാരണം യോഗ ചെയ്യുമ്പോൾ അന്നത്തെ കൂലി നമുക്ക് കിട്ടും, പിറ്റേ ദിവസം ചെയ്യണം എന്നുള്ളത്. അത് നിത്യേന യോഗ ചെയ്തിരിക്കണം. നമുക്കറിയാം, ഇതിപ്പം എല്ലാവരും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജങ്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നുള്ള മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുക. യോഗ സാറിപ്പോ പറഞ്ഞ പോലെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വ്യായാമം ലഭിക്കുന്നു. അതുകൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ
ഇന്നർ ഓർഗൻസും അതുപോലെ നമ്മുടെ പുറത്ത് എല്ലാ ഇതിനും ശരിയായിട്ടുള്ള വ്യായാമം കിട്ടുമ്പോൾ ഡെയിലി യോഗ ചെയ്തിട്ട് എല്ലാ രോഗം മാറ്റിയവരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അത് പറയുമ്പോൾ കൊറോണ കാലത്ത് യോഗ നിത്യേന ചെയ്യുന്നവർക്ക് നമ്മുടെ കൊറോണ ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മളെ ഒരുപാട് സ്റ്റുഡൻസും അവരുടെ ഫാമിലിയിൽ യോഗ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. യോഗ ചെയ്യുമ്പോൾ കൊറോണ പോലും പത്തി വിടർത്തിയില്ല എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ ആഹാരത്തിന്റെ കാര്യത്തിലൊക്കെ യോഗ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഉറക്കത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഏതായാലും നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. നമുക്ക് ഏതായാലും ഒരു പ്രാണായാമം ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഭ്രമരി പ്രാണായാമമാണ്. ഭ്രമരി പ്രാണായാമത്തിന്റെ പ്രത്യേകത, സാധാരണ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ചിലവർ പറയും എനിക്ക് ചെവി കേൾക്കുന്നില്ല, അതെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നു പറയും. ചിലവർ പറയും തൊണ്ടയിൽ ഒച്ച വരുന്നില്ല, എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് എന്തെല്ലോ പ്രയാസം തോന്നുന്നു. അതുപോലെ കണ്ണിന് എന്തെല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുന്നതും അല്ല, ചെവിക്കും കണ്ണിനും മൂക്കിനും എല്ലാം തൊണ്ടക്കും എല്ലാം പ്രത്യേകത കിട്ടുന്ന പ്രാണായാമമാണ് ഭ്രമരി അതിന് ശരിയായിട്ടുള്ള മുദ്രയൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന മുദ്ര ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പം അവരോട് പറയും, അങ്ങനെയുള്ള മുദ്രകൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും, നിങ്ങൾ ചൂണ്ടാണി വിരല് ചെവിയിൽ വെക്കുന്നതിന് മുന്നേ ഫുൾ ബ്രീത്ത് ഞാനൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഫുള്ള് ശ്വാസം എടുക്കുക. എന്നിട്ട് ഈ ചൂണ്ടാണി വിരല് രണ്ടും ചെവിക്കകത്ത് അമർത്തി വെച്ചിട്ട് നാവ് അണ്ണാക്കിൽ മുട്ടിച്ചു വെക്കുക. അതിന്റെ ശ്വാസം മെല്ലെ ഒരു വണ്ട് മൂളുന്ന ശബ്ദത്തോട് കൂടിയിട്ട് പുറത്തേക്ക് വിടണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലാവും. ഇതാണ് എൻ്റെ രീതി. എല്ലാവരും കൂടി ഒന്ന് ഇത് ക്യാമറ ഓൺ ചെയ്തിട്ട് ചെയ്യാമോ? ആദ്യം ഫുള്ള് ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് വിരലും ഇവിടെ വെച്ചിട്ട് നാവ് അണ്ണാക്കിൽ ഇങ്ങനെ മുട്ടിച്ചു വെക്കുക. മുട്ടിച്ചു വെച്ചിട്ട് വണ്ട് മൂളുന്ന പോലെ, അത് ചിലത് പുരുഷന്മാർ ചെയ്യുമ്പോൾ ആൺവണ്ടും സ്ത്രീകൾ ചെയ്യുമ്പോൾ പെൺവണ്ടിന്റെ ഒച്ചയായിരിക്കും വരിക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം. നമുക്ക് ട്രൈ. ഓക്കെ. എല്ലാവരും ബ്രീത്ത് ഫുള്ള് എടുക്കുക. തുടങ്ങിക്കോ. ഓക്കെ. ഈ തൊണ്ടയിൽ പാട്ടെല്ലാം പാടുന്നവർക്ക് ഉണ്ടല്ലോ, നല്ല ശബ്ദം ഉണ്ടാവും. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ. ഷീല മാമെല്ലാം നല്ല പാട്ട് പാടുന്ന ആളല്ലേ. ഒരു 5 പ്രാവശ്യം ചെയ്യണം ഡെയിലി. അപ്പം ഇത് ഞാൻ നിർത്തുന്നതിന് മുന്നേ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയിട്ട് ഒരു മലയാള പാട്ടിന്റെ 4 വരി പാടാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇന്ന് സംഗീത ദിനമായതുകൊണ്ട്. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ ഗുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനൻ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. എല്ലാവർക്കും നന്ദി.
രമാവതി മാഡം, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഈ ദിവസത്തെ ഇതിലും അതിമനോഹരമാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൽ കൂടി തന്നെ യോഗയിലൂടെ സംഗീതത്തിലാണ് രമാവതി മാഡം വന്ന് ശരിക്കും നിന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത പ്രക്രിയയിൽ കൂടെ നമ്മൾ ശ്രുതിയാണ് നമ്മുടെ ഉള്ളിലൂടെ ശരിക്കും നമ്മൾ മൂളുന്നത്. ചിലപ്പം ഷീല മാഡത്തിനൊക്കെ അറിയായിരിക്കും, അവരൊക്കെ പാട്ട് വളരെ നന്നായി പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രുതി ശരിക്കും ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം രമാവതി മാഡം യോഗയെക്കുറിച്ച് എന്താ ചുരുങ്ങിയ സമയത്തിലുള്ള ഏറ്റവും നല്ല മനോഹരമായ വരികൾ കൂടെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സംഗീതം ഏറ്റവും ശക്തമായ ഭാഷയെന്നോ അതിനെ എന്തോ ശക്തമായ ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെ. അതിപ്പോൾ അതാണ് നമ്മൾ ആദരിച്ചത്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അതിമനോഹരമായ ഒരു തുടക്കം കുറിച്ചതിന് രമാവതി മാഡത്തോടുള്ള നന്ദിയൊക്കെ പ്രത്യേകം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇനിയും അടുത്ത കുറച്ച് നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ ഞാൻ തുടങ്ങുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ പ്രിയങ്കരനായ സാബു സാറിനെയും കൂടെ വെൽക്കം ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകുന്നതായിരിക്കും. സാബു സാർ, ഓവർ ടു യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി പ്രത്യേകതയുള്ള ദിവസങ്ങളുടെ ഒരു പരിസ്ഥിതി ദിവസം, അതിനുശേഷം അച്ഛന്മാരുടെ ദിവസം, ഇന്ന് യോഗ ഡേ. ഈ അടുത്ത വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിരോധത്തിനുള്ള ദിവസം, അങ്ങനെ 19 വായനാ ദിനായിരുന്നു സാറേ. 19 വായനാ ദിനം. യെസ്, ഇന്നലത്തെ ദിവസം വായനാ ദിനമായിരുന്നു. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും മനോഹരമായ ദിവസം. ഇനി മനോജ് സാറ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതിനേക്കാളും മനോഹരമാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ടൈറ്റില് കണ്ടോന്ന് എനിക്കറിയില്ല. ടൈറ്റിൽ എന്താണെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. എനിവേ, അങ്ങനെയാണെങ്കിൽ യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനോജ് സാറിനെ നമുക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം. നമ്മൾ ഒരിക്കലേ ജീവിച്ചിരിക്കൂ എന്ന് സാർ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ അവിടെ എന്താണ് അതിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ ഒരൊറ്റ ജീവിതത്തിൽ എങ്ങനെ മനോഹരമായ ഒരു ജീവിതം നമുക്കും മറ്റുള്ളവർക്കും കാഴ്ചവെക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ മനോജ് സാറിനെ ക്ഷണിക്കുകയാണ്. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. അതിമനോഹരമായ വേറൊരു നമ്മുടെ പ്ലാറ്റ്ഫോമിലെ അതിമനോഹരമായ വേറൊരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ തുടക്കം തന്നെ ഒരു വെടിക്കെട്ടോടുകൂടിയാണ് നമ്മളിവിടെ തുടങ്ങിയത് ഈ നല്ല ദിവസത്തിൽ. സാറ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ സബ്ജക്റ്റ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ഞാൻ സാറിനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പേരൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ സാറ് വളരെ ഒരു നല്ല നിർദ്ദേശമാണ് ചെയ്തത്. ഞാനതിനൊരു ഷോർട്ട് ഫോമിലാണ് ഞാനതിനെ അവതരിപ്പിക്കാൻ ഇവിടെ ഉദ്ദേശിച്ചതിന് ശേഷം ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയല്ല, നമുക്കതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങോടുകൂടി തന്നെ തുടങ്ങണം എന്ന് സാബു സാറ് പറഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സാറ് പറഞ്ഞ മാതിരി നമ്മൾ ഒരിക്കൽ മാത്രമല്ല ജീവിക്കുകയുള്ളൂ. ഓക്കെ, യു ഓൺലി ലീവ് വൺസ്. അതാണ് ഞാനിട്ടതല്ല, നമ്മൾ പൊതുവേ അറിയപ്പെടുന്ന, പരക്കെ അറിയപ്പെടുന്ന യോ ലോ എന്ന് പറയും. യോ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയ യുഗത്തിൽ വന്ന ഒരു വേർഡാണ് ശരിക്കും പറഞ്ഞാൽ. യോ ലോ, യു ഓൺലി ലീവ് വൺസ്. യോലോയ്ക്ക് വേറെയും കുറേ ഫുൾ ഫോംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ എപ്പോഴും സംസാരിക്കുകയും അതിലൂടെ നമ്മൾ പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്താറുണ്ട്. പല അറിവുകളുടെയൊക്കെ ഭണ്ഡാരങ്ങളായ പലരുമാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ക്ലാസ് എടുക്കാറൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റാണ് യു ലീവ് ഒൺലി വൺസ്. നമ്മൾ ഒരിക്കൽ മാത്രമേ അല്ലേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാൻ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നു. സാബു സാറിൻ്റെ പെർമിഷനോടുകൂടി ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. Excuse me for a second.
ചെറിയൊരു സാങ്കേതിക തടസ്സം കാണുന്നുണ്ട്. ഇപ്പം തന്നെ ശരിയാക്കാം. സാബു സാറേ, ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. യെസ് 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 സർ. Yes. So welcome to the today's session called YOLO. You only live once. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. Embracing life, spontaneity and its impacts. ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുന്നു വളരെ സ്വാഭാവികതയോടുകൂടി തന്നെ, അതിൻ്റെ മറ്റുള്ള സ്വാധീനങ്ങൾ. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. The best time to plant a tree was 20 years ago. The second best time is now. എന്താണ്? ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം 20 വർഷം മുമ്പായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. അതുപോലെ തന്നെയാണ് യു ഓൺലി ലിവ് വൺസ്, ബട്ട് ഇഫ് യു ഡു നോട്ട് ഡു ഇറ്റ് റൈറ്റ്, വൺസ് ഈസ് ഇനഫ്. ഐ വിൽ റീഡ് ഇറ്റ് അഗെയിൻ. യു ഓൺലി ലിവ് വൺസ്, ബട്ട് ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്, വൺസ് ഈസ് ഇനഫ്. നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്താൽ ഒരിക്കൽ മാത്രം മതി. ഇതൊരു ചൈനീസ് പ്രോവേർബ്. 2 ചൈനീസ് പ്രോവേർബുകൾ ഞാൻ ആണ് ഇവിടെ ഇന്ന് ഉദ്ധരിച്ചത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ തുടങ്ങിയത്. ലെറ്റ് us കണ്ടിന്യൂ. സോ വാട്ട് ഈസ് യോലോ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് യോലോ. യു ലിവ് ഓൺലി വൺസ്. ഇതേമാതിരി. അപ്പോൾ അതിൻ്റെ എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിൻ്റെ ശരിയായുള്ള നിർവചനം വേണം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ മാത്രം പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ മറ്റുള്ള ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ എനിക്കിങ്ങനെയാണ് ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യു ഓൺലി ലിവ് വൺസ്. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഐഡിയ ദാറ്റ് ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് ഷുഡ് ബി ലിവ്ഡ് ടു ദ ഫുള്ളസ്റ്റ്, ഈവൻ ഇഫ് ദാറ്റ് മീൻസ് ടേക്കിംഗ് റിസ്ക് ഓർ ഡൂയിങ് സംതിങ് സ്പോണ്ടേനിയസ്. എന്താണ്? നിങ്ങൾ ഒരിക്കൽ മാത്രം ജീവിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജീവിതം വളരെ ഹ്രസ്വമാണെന്നും അത് പരമാവധി ജീവിക്കണമെന്നുള്ള ആശയം പ്രകടിപ്പിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. യു ലിവ് ഓൺലി വൺസ്. അതിനർത്ഥം ഒരുപക്ഷെ റിസ്കുകളുണ്ടായ അപകട സാധ്യതകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാകാം, സ്വമേധയാ. എന്തായാലും ഇതിനെ യു ലിവ് വൺസ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും the phrase gained massive popularity in the early 2010s. Recently ആണ്, 10-15 വർഷം മുന്നെയാണ് ഈ ഫ്രേസ് തന്നെ ഉണ്ടായത്. എസ്പെഷ്യലി ആഫ്റ്റർ ബീയിങ് ഫീച്ചേർഡ് ഇൻ ഡ്രേക്സ് സോങ്സ് ദ മോട്ടോ. സിൻസ് ദെൻ ഇറ്റ് ബിക്കെയിം എ കൾച്ചറൽ ഷോർട്ട് ഹാൻഡ് ഫോർ എംബ്രേസിംഗ് ദ മൊമെന്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു കനേഡിയൻ റാപ്പർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഓർബി ഡ്രേക്ക് ഗ്രഹാം എന്നാണ്. അദ്ദേഹം 2010 വളരെ പ്രസിദ്ധമായ ഒരു ആൽബം ഇറക്കിയിരുന്നു. അതിലെ ഒരു പാട്ടിൻ്റെ ലൈൻ തുടങ്ങുന്നതും ഇതിൽ കൂടെയാണ്. എന്താണ്? യു ഓൺലി ലിവ് വൺസ്. ആ പാട്ടിൽ കൂടെയാണ് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത്രമാത്രം പ്രചാരം കിട്ടിയത് ഈ ഡ്രേക്കിൻ്റെ ഈ പാട്ടിലൂടെയാണ്. 2010 ശേഷമാണ് ഈ യു ഓൺലി ലിവ് വൺസ് എന്ന ഇതിൻ്റെ ഈ ഷോർട്ട് ഹാൻഡിന് ഒരു പ്രസക്തി വളരെ വായതയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ബേസ്ഡ് ഓൺ ദിസ്, നമ്മൾ അതിൻ്റെ ഒരു കോർ മീനിങ് നോക്കിയാൽ, ഇറ്റ് എൻകറേജസ് ഇൻഡിവിജ്വൽസ് ടു ലീവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, സീസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എംബ്രേസ് എക്സ്പീരിയൻസസ് വിത്തൗട്ട് എക്സസീവ് വറി അബൌട്ട് ഫ്യൂച്ചർ കോൺസിക്വൻസസ്. എല്ലാവർക്കും മെസ്സേജ് കിട്ടിയെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ കാതലായ അർത്ഥം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻസ് നോക്കിയാൽ, ഭാവിയിലെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അമിതമായ ആശങ്കയില്ലാതെ ജീവിതം പൂർണ്ണമായി ജീവിക്കാനും
അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അനുഭവങ്ങൾ സ്വീകരിക്കാനും വ്യക്തികളെ ഈ യു ഒൺലി ലിവ് വൺസ് എന്ന ഈ പ്രചോദനാത്മകമായ വരി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അത് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ പുതിയ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും നമ്മളൊക്കെ അവബോധം ഉണ്ടാവുകയും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ബോധപരമായിട്ടുള്ള ചിന്തകൾ, പ്രത്യേകിച്ചും നമ്മളൊക്കെയും നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ യുവതലമുറയുടെ കാലഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2000 തുടങ്ങി തന്നെ അങ്ങനെ ഒരു മിലേനിയം കാലത്തിലേക്ക് കൂടിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ലോകം യോലോ എന്ന ഈ സെന്റൻസിനെ മഹത്വപ്പെടുത്തിയേക്കാം തീർച്ചയായും. അപ്പം നമ്മൾ എങ്കിലും ഒരിക്കൽ മാത്രമല്ലേ ജീവിക്കുന്നു, ലോകത്തിൽ ഇത് പറയുന്നുണ്ട്, ശരിക്കും ശരിയാണ്, ഓക്കെ. എന്നാൽ ഒരിക്കൽ ജീവിക്കുക എന്നതിനർത്ഥം ആ നിമിഷം മാത്രമല്ല, മുഴുവൻ ജീവിതത്തിനു വേണ്ടി ജീവിക്കുകയും ആസൂത്രണം ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഫുൾ സെൻറ്റൻസിൻ്റെ ഒരു കോർ മീനിങ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ യു ഒൺലി ലിവ് വൺസ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഒരു പ്രോസസ്സ് അല്ല. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതഘട്ടം മുഴുവൻ ഇതിൽ കൂടിയുള്ള ഈ പ്രോസസ്സ് കൂടി ജീവിക്കുന്നതാണ് യു ഒൺലി ലിവ് വൺസ് എന്ന ഈ മഹത്തായ വചനം. നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ഘടകങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രേക്കിൻ്റെ പ്രസിദ്ധമായ ആൽബമായിരുന്നു ഈ ദി മോട്ടോ. ഇദ്ദേഹമാണ് ഈ യു ഒൺലി ലിവ് വൺസ് എന്ന ഈ ഷോർട്ട് ഫോമിനെ ഇത്രമാത്രം ലോകമെമ്പാടും ഇത്രമാത്രം പ്രസക്തമാക്കിയത്, പ്രചാരിപ്പിച്ചതൊക്കെയും ഈ ആൽബം ഇറങ്ങിയതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. സാങ്കേതിക കാരണങ്ങളാൽ ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല. അതിനുള്ള കോപ്പിറൈറ്റ് നിയമങ്ങളൊക്കെ ഉള്ള കാരണം ആ പാട്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വരികളൊക്കെ ഞാൻ ഒരു പക്ഷേ അവസാനം ടൈപ്പ് ചെയ്ത് കേൾപ്പിക്കുക. എന്താണ് ഈ പാട്ട് പറയുന്നുള്ളത്? ഇറ്റ്സ് എ റാപ്പ് സോങ്. ആ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു റാപ്പ് സോങ്ങിനൊക്കെയും ശരിക്കും പറഞ്ഞ ഒരു പ്രചാരം കൂടിക്കൂടി വന്നത്. അതിനുശേഷം ഒരുപാട് റാപ്പ് സിംഗേഴ്സ് ലോകത്തിലുണ്ടായി. അക്കൂട്ടത്തിലാണ് ഡ്രേക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രചാരം തുടങ്ങുന്നത് ഈ റീസെൻ്റ് ഒരു 10-15 വർഷമായിട്ട് മാത്രമുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നമ്മൾ ലേറ്റ് ആയെങ്കിലും ഒരു അവബോധത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ റൂട്ടുകളും നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. സോ എന്തുകൊണ്ട് വൈ ഡോലോ മാറ്റേഴ്സ്? നമ്പർ 1, ദ മൈൻഡ് സെറ്റ്. എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ തന്നെ. വർത്തമാന കാലത്ത് ജീവിക്കുക, അതല്ലേ ലിവിങ് ഇൻ ദ പ്രസൻസ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോലോയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. എൻകറേജിങ് കറേജ്, സ്പോണ്ടേനിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. എന്താണ്? ധൈര്യം, സ്പോണ്ടേനിറ്റി എന്ന സ്വാഭാവികത, നമ്മുടെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആത്മപ്രകാശനം എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ബ്രേക്കിംഗ് അവേ ഫ്രം റൊട്ടീൻ ആൻഡ് ഫിയർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പതിവ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്തിരി വേർപെട്ട് അല്ലെങ്കിൽ വേർതിരിഞ്ഞ് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് ബ്രേക്കിംഗ് അവേ ഫ്രം റൊട്ടീൻ. അതുപോലെ തന്നെ ഭയത്തിൽ നിന്നും നമുക്ക് മോചനം നേടാനും ശരിക്കും പറഞ്ഞാൽ യോലോ എന്ന പ്രോസസ്സിൽ കൂടെ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകതകളിൽ വേറൊരെണ്ണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഒരു പക്ഷേ പിന്നെ ഇതിൽ കൂടെയായിരിക്കും നമുക്ക് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ദിനചര്യകളൊക്കെ നമ്മൾ സ്ഥിരം ചെയ്ത് ആ ദിനചര്യക്ക് ചിലപ്പം പറഞ്ഞാൽ ഒരു തളർച്ച തോന്നും. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ തോന്നുമ്പോൾ നമ്മുടെ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ജിജ്ഞാസ ചിലപ്പം കുറയാൻ സാധ്യത. എല്ലാ ദിവസവും ഒരേ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇതിനപ്പുറം എന്ത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ബ്രേക്കിംഗ് എവേ ഫ്രം റൊട്ടീൻ എന്ന ഒരു അവസ്ഥ. ഇനി ഫിയറിനെ എടുത്തോളൂ. ഭയം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിലും ഒന്ന് പിടിച്ചു നിർത്തും. പേടിയുണ്ടോ നമ്മൾ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ പോലും ആണെങ്കിലും പല കാര്യങ്ങളും അവരുടേതായ രീതിയിൽ കൂടെയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ കാര്യം അറിയാതെ പലപ്പോഴും നമ്മൾ അവരെ ഭയപ്പെടുത്തുകയായിരിക്കും. കുട്ടികളുടെ മാത്രമല്ല, ചിലർ ഉദാഹരണത്തിന് നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നു എന്ന് വിചാരിച്ചുള്ളൂ. നമ്മൾ ഇത് ഒരാളോട് ഈ കാര്യം, നമ്മുടെ അടുത്ത സുഹൃത്താകാം, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാകാം, ഈ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞാൽ
ഒരുപക്ഷെ നമ്മൾക്ക് കിട്ടുന്ന റെസ്പോൺസ് ശരിക്കും നമ്മളെ ഭയപ്പെടുന്നതായിരിക്കും. കാര്യം പറയുന്ന റെഫറൻസുകളെല്ലാം തോൽവിയുടെയും തകർച്ചയുടെയും അതിൽ കൂടെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളുടെയൊക്കെ കഥ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി തോന്നും, അല്ലേ? അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ, ആ പേടിയിൽ നിന്നൊക്കെ മാറാനും ശരിക്കും പറഞ്ഞാൽ യോലോയുടെ പ്രിൻസിപ്പിൾ കൂടെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് വൈ യോലോ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കൂടെ നമുക്ക് അനുസ്യൂതം പോകാനായിട്ട് സാധിക്കും വിത്തൗട്ട് എനി മച്ച് ഫെയിലിയേഴ്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ദ സൈക്കോളജി ബിഹൈൻഡ് യോലോ? ഇവിടെ സൈക്കോളജിയെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നൽകി അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ യോലോയിലുമുള്ള ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ടാണ് സോ വാട്ട് ഇസ് ദ സൈക്കോളജി ബിഹൈൻഡ് യോലോ എന്ന് എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ആക്ച്വലി നമുക്കറിയാം ഹ്യൂമൻ ടെൻഡൻസി ടു അവോയ്ഡ് റിഗ്രറ്റ്. എന്താണ്? പശ്ചാത്താപം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയുണ്ട്. അത് ശരിക്കും ഒരു സൈക്കോളജിയാണ്. പശ്ചാത്താപം ഒഴിവാക്കാനുള്ള മനുഷ്യന്റെ പ്രവണത ശരിക്കും പറഞ്ഞാൽ ഈ യോലോ എന്ന് പറഞ്ഞ എൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് എന്താണ്? ഫിയർ ഓഫ് മിസ്സിങ്, ഫോമോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ശരിക്കും ഒരു ഷോർട്ട് ഫോമിൽ പറയുന്ന ഒരു സൈക്കോളജിക്കൽ വേർഡാണ് ശരിക്കും പറഞ്ഞാൽ ഫോമോ. എന്താണ്? നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇതാണ് ഇതിൻ്റെ സൈക്കോളജി. ഹൗ യോലോ ക്യാൻ ഇൻസ്പയർ കോൺഫിഡൻസ് ആൻഡ് റെഡ്യൂസ് ഹെസിറ്റേഷൻ. നമ്മളിവിടെ പറയുന്ന വിഷയം ഈ യോലോ എങ്ങനെ ആത്മവിശ്വാസം വളർത്തുകയും നമ്മുടെ ഹെസിറ്റേഷൻ പറഞ്ഞാൽ മടിയാണല്ലോ, ഇത് കുറയ്ക്കുകയും ചെയ്യാൻ നമുക്ക് ഇനിയും വരാൻ പോകുന്ന ഈ പറയുന്ന പ്രോസസ്സിൽ കൂടെ പോകേണ്ടതിൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ ഞാൻ ആദ്യം പറഞ്ഞ ഹ്യൂമൻ ടെൻഡൻസി ടു അവോയ്ഡ് റിഗ്രറ്റ് എന്ന് പറയുന്നത് ശരിക്കും പശ്ചാത്താപം ഉണ്ടാവുമല്ലോ. നമുക്ക് പശ്ചാത്താപം ഒഴിവാക്കാനുള്ള മനുഷ്യന്റെ പ്രവണത നമ്മുടെ ഒരുപക്ഷെ തീരുമാനം എടുക്കുന്നതിലൊക്കെ വളരെ ശക്തമായ ഒരു സ്വാധീനമാണ് ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് റിഗ്രറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനൊരു പ്രത്യേകത ഈ യോലോ എന്ന പ്രൊസൽ കൂടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഫോമോയിലുള്ളത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. നമ്മൾ തന്നെ ഇത് നോക്കിയാൽ കാണാം, നമ്മളില്ലാതെ മറ്റുള്ളവർക്ക് പ്രതിഫലമായ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഉത്കണ്ഠ തോന്നാറുണ്ട്. ശരിക്കും പറയാം അതൊരു ഫീലിംഗ് ആണ്, അതൊരു വികാരമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നമുക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാതെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് കരുതുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയം ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോമോ പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ചെയ്യാതിരുന്ന കാര്യങ്ങളിൽ കൂടിയൊക്കെ ആത്മവിശ്വാസം ചെയ്യാതിരുന്ന കാര്യങ്ങളിൽ ചെയ്തതിന് ശേഷം ആത്മവിശ്വാസം എങ്ങനെ വളർത്താം, നമ്മളുടെ മടി കുറയും. അപ്പോൾ ആ മടിയെ മറികടക്കുന്നതിനുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്തയിൽ കൂടി നമ്മൾ നേടിയെടുക്കുക. എന്താണ്? യു ഓൺലി ലിവ് വൺസ്. അപ്പോൾ അതിൽ ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മടി, ഭയം ഇതിൽ നിന്നൊക്കെ ഒഴിവാകണമെങ്കിൽ നമ്മൾക്ക് ഈ ചിന്തയിൽ കൂടി പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതിൽ കൂടെ പോയെങ്കിൽ മാത്രമേ അല്ല, അതിനുള്ള ഒരു ഉപാധി എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അടുത്തതാണ് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്നൊക്കെ. എക്സാമ്പിൾസ് ഓഫ് യോലോ ഇൻ ആക്ഷൻ. എന്താണ്? റിയൽ ടൈം മൊമെന്റ്സ് നോക്കി. സ്റ്റാർട്ടിങ് എ ബിസിനസ്, എ സോളോ ട്രാവൽ, എക്സ്ട്രീം സ്പോർട്സ്. ശരിക്കും നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആദ്യമായിട്ടൊരു ബിസിനസ് ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, ഒറ്റയ്ക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്കുള്ള ഒരു യാത്ര. ചിലപ്പോൾ ഒരുപക്ഷെ സാധാരണ നമ്മൾ കാണപ്പെടുന്ന അല്ലാത്ത കുറെ കായിക വിനോദങ്ങൾ, കായിക അഭ്യാസങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യോലോയുടെ എക്സാമ്പിൾസ് ആണ്, റിയൽ ടൈം മൊമെന്റ്സ് ആണ്. അതുപോലെ തന്നെ എവറിഡേ ചോയ്സ്, സ്പീക്കിംഗ് യുവർ മൈൻഡ്, ടേക്കിംഗ് എ ജംപ്, സേയിങ് യെസ് ടു സംതിങ് ന്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഉള്ള ചില ചോയ്സുകളുണ്ട്. ഓക്കെ, നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക. പെട്ടെന്ന് നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്ന കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് സ്വിഫ്റ്റ് വന്ന് നമ്മൾ അതിലേക്കൊക്കെ പോവുക. അപ്പോഴും നേരത്തെ യോലോയുടെ പ്രത്യേകിച്ച് റിസ്കുകളുണ്ടാകും. അതിനെയൊക്കെ വളരെ
അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ മനസ്സിലാക്കി തന്നെ വളരെ സേഫായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ എക്സാമ്പിളിൽ പെടുന്നതാണ്. അതുപോലെ എന്തെങ്കിലും നമ്മൾ തന്നെ ഇപ്പം നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യാതിരുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഉണ്ടാകാം. നമ്മൾ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്ന കാര്യമായിരിക്കും. അതെന്തോ കാരണങ്ങളാൽ നടന്നിട്ടുണ്ടാവില്ല. ആ കാര്യം ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, അത് ഇന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾക്ക് ഇതിൽ കൂടെ കിട്ടുന്ന ഗുണങ്ങളിൽ, അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ നമ്മൾ എടുക്കുന്ന ആക്ഷനിൽ കൂടെ കിട്ടുന്ന യോലോ എഫക്ട്സ് ആണ് ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് സോളോ ട്രാവൽ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ട്രാവൽ ബാഗോട്ടൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് വന്ന അനേകം ആൾക്കാരുണ്ട്. അവർക്കൊന്നും കൂട്ട് വേണമെന്നേ ഇല്ല. സോളോ യാത്ര ചെയ്യാൻ മാത്രം താല്പര്യമുള്ള അനേകം ആൾക്കാരുണ്ട്. നമ്മുടെ ഉലഹന്നാൻ സാറൊക്കെ കണ്ടില്ലേ, യാത്ര ഏതൊക്കെ കൺട്രിയിലാണ് അവർ ഒറ്റയ്ക്കല്ല പോകുന്നതെങ്കിലും അവർക്ക് പോകാനുള്ള ഒരു ത്വരയുണ്ടല്ലോ ഈ പ്രായത്തിലും. അപ്പോൾ ഇതിനൊന്നും പ്രായം ബാധകമല്ല, മറ്റുള്ള റിസോഴ്സുകളൊന്നും ബാധകമല്ല. ഇഫ് ദർ ഇസ് എ വിൽ, ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ വിൽ ഡു ദിസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഇതൊരു സാഹസികമായ ഒരു കായിക വിനോദമാണ്. ബങ്കി ജമ്പിങ് എന്നൊക്കെ പറഞ്ഞ ജമ്പിങ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. അത് പേടി മാറാൻ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ആദ്യം ചാടാനൊക്കെ നമുക്ക് ചെയ്യാനും അതിൻ്റെ ഭയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിലപ്പോൾ പുറകോട്ട് മാറുന്നവർ പോലും കാണാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. നമ്മൾ ആ കാര്യം വിൻ ചെയ്തു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചിന്തയെ കുറച്ചുകൂടെ, നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടറിവുകളാണ് കൂടുതലെങ്കിലും നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിലും ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടി നമുക്കിതൊക്കെ ചെയ്യാം. ഒരാൾക്ക് ചെയ്യണം, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, ഡെഫിനറ്റ്ലി മെനി പീപ്പിൾ ക്യാൻ ഡു ഇറ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത് നോക്കാം. എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കോഷൻ ഉണ്ടാവും, ഒരു ട്രാപ്പ് ഉണ്ടാവും. സോ വി നീഡ് ടു ബി കെയർഫുൾ. സോ വാട്ട് ആർ ദ കോഷൻ പോയിന്റ്സ്? വി നീഡ് ടു ലുക്ക് അറ്റ് ഇറ്റ്. നമ്പർ 1, വെൻ യോലോ ബിക്കംസ് റെക്ലെസ്, അശ്രദ്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അശ്രദ്ധമായി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകപ്പിഴകൾ വരാം, അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് വരാം. അപ്പോൾ അതൊരു ട്രാപ്പാണ്. നമ്മൾ ആ ട്രാപ്പിൽ നിന്നും വീഴാൻ പാടില്ല. അപ്പോൾ ഈ പറയിൽ നിന്നും യു ഓൺലി ലീവ് വൺസ് എന്ന് പറയിൽ നിന്നും നമ്മൾ ശരിക്കും നമ്മൾ ഈ കാണുന്ന ഭൗതിക ജീവികളിലേക്കുള്ളൊരു അട്രാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് നോക്കുന്നത് പോലെ തന്നെ ശരിക്കും നമ്മുടെ ഉള്ളിലേക്കും നമ്മളിലേക്ക്, ഇപ്പം യോഗാ ദിനത്തിലൊക്കെ പറഞ്ഞതുമാതിരി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു ശ്രദ്ധയും കൂടെ കൊണ്ടുപോയി പല കാര്യങ്ങളിലും നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും ശരിക്കും പറഞ്ഞാൽ ഈ തരത്തിലുള്ള ചിന്തകൾക്ക് സാധ്യമാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എൻഹാൻസ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതല്ലല്ലോ ജീവിതം. അതല്ലാതെ വേറൊരു ജീവിതം കൂടുണ്ട്. നമുക്കൊക്കെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഉണ്ട്, അങ്ങനെ പല പ്ലെയിനിലുള്ള ലൈഫിനെ കുറിച്ചൊക്കെ ആണ് പറയുന്നതെങ്കിലും നമ്മൾ എപ്പോഴും മനുഷ്യർക്ക് ജന്മം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ ഭൗതിക ജീവിതത്തിലൂടെ നമ്മൾക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന പല കാര്യങ്ങളുമാണ് ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. അതിനെക്കുറിച്ചുള്ള നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യും. അതിനെക്കുറിച്ചുള്ള വീണ്ടും നമ്മൾക്ക് മെച്ചപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ച് മാത്രമായിരിക്കും മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കും. അടുത്താണ് ബാലൻസിങ് ബോൾഡ്നെസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇതും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താണ്, നമുക്ക് ധൈര്യം ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും, പക്ഷെ അതിനൊരു ബാലൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ധൈര്യത്തോടെ, ഉത്തരവാദിത്തോടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ക്ഷമയോടെ, ശക്തിയോടെ, സൂക്ഷ്മതയോടൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭൗതിക കാര്യങ്ങൾക്കുള്ള അട്രാക്ഷനിലൂടെ പലതും നമുക്ക് ചെയ്യാൻ തോന്നും. മനസ്സ് അങ്ങനെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ ഇതെല്ലാം ഒരു മെന്റൽ ടെൻഡൻസിയാണ്, മെന്റൽ ആക്ടിവിറ്റീസ് ആണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് അവർ തോട്ട്സ്. ദ തോട്ട്സ് മേ ടേക്ക് യു ടു ഡിഫറെന്റ് directions, but be careful. Take a pause. Just look at it, what is in it for us എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദ ലാസ്റ്റ് വൺ,
ലിവ് ഫുള്ളി നോട്ട് ഫുളിഷ്ലി. നോക്കി എത്ര മനോഹരമായ ഒരു വേർഡാണ് അല്ലേ. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തെ വിഡ്ഢിത്തമായിട്ടല്ല പൂർണ്ണമായിട്ടും ജീവിക്കുകയാണ് വേണ്ടത്. ലിവ് ഫുള്ളി, ഓക്കെ, നോട്ട് ഫുളിഷ്ലി. വളരെ ഇതിനകത്ത് രണ്ട് സെൻറ്റൻസേ ഉള്ളെങ്കിലും വളരെ അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു പക്ഷേ യുവ തലമുറയ്ക്കൊക്കെ തോന്നിയായിരിക്കാം ഈ രണ്ട് കല്ലുകൾക്കിടയിലുള്ള ഒരു ജമ്പിങ് നടത്തിയാലോ എന്നൊക്കെ നമുക്ക് ഒരു പക്ഷേ തോന്നാം. പക്ഷേ ബി കെയർഫുൾ, ബി സേഫ്. ഇതുപോലുള്ള ഇതൊരു റെപ്രസെൻറ്റേഷൻ പിക്ചർ മാത്രമാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നേക്കാം. ചിലപ്പം നമ്മൾ അറിയാത്ത പല അതിനകത്തുള്ള റിസ്കുകളൊക്കെ ഉണ്ടാവും. എങ്കിലും യു നീഡ് ടു വിൻ അറ്റ് സർട്ടൻ പോയിന്റ്സ്. അതുകൊണ്ടാണ് ബി സേഫ്, ബി കെയർഫുൾ എന്നുള്ള ചിന്തകളോടൊക്കെ കൂടി നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ട് ജീവിക്കാൻ യോലോ നമ്മളെ ബോധിപ്പിക്കുന്നതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ഈ റീസൺസ് കൊണ്ടൊക്കെയാണ്. യു നീഡ് ടു ബി വെരി സേഫ് ഇൻ യുവർ ഓൾ ആക്ഷൻസ്. Now let's take a conclusion on this particular subject. എന്താണ് ഇതിന്റെ ടേക്ക് അവേസ് എന്നൊക്കെ നോക്കാം. നമ്പർ 1, ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ഓൾസോ മീനിങ് ഫുൾ. ഇത് തന്നെയായിരുന്നു സബ്ജക്റ്റ്. ജീവിതം വളരെ ചെറുതാണ്, പക്ഷേ അത് അർത്ഥപൂർണ്ണം ഉള്ളതാക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം, പർപ്പസ്ഫുൾ ആയിരിക്കണം. വെറുതെ വന്ന് നമ്മളൊരു ജന്മം എടുത്തിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളുമില്ല ജീവിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള ജീവിതമല്ല. വൈ ലൈഫ് ഈസ് ഷോർട്ട്. വേറൊരു ടേക്ക് അവേ നമുക്ക് നോക്കി. എംബ്രേസ് സ്പോണ്ടേനിറ്റി വൈൽ ഹോണറിങ് യുവർ വാല്യൂസ്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. നമ്മൾക്കൊക്കെ ഉള്ള ജീവിതം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വാല്യൂസിൽ കൂടിയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ മൂല്യങ്ങളെ ബഹുമാനിച്ചു വേണം നമ്മൾ ആ സ്വാഭാവികമായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ സ്പോണ്ടേനിറ്റി ഒക്കെ ചെയ്യുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കണം ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇതിൽ കൂടെ കിട്ടുന്ന വേറൊരു ടേക്ക് അവേ. യോലോ ഈസ് അബൌട്ട് മേക്കിംഗ് ലൈഫ് റിച്ചർ നോട്ട് റിസ്കിയർ. വളരെ പവർഫുള്ളായ സെൻറ്റൻസ് ആണ്. യോലോ എന്നത് ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കാനുള്ളതാണ്, അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. റിസ്ക് ഉള്ള ഒരു ഫാക്ടറും ഇവിടെ നമ്മൾ പറയുന്നില്ല. That is the beauty of this thought process. Actually, it's a thought process. It's a mental state by various thoughts process. So YOLO is all about making life richer, not riskier. ഇതാണ് ഇന്നത്തെ ടേക്ക് അവേ. ഇതുപോലെ തന്നെ വളരെ അർത്ഥപൂർണ്ണ ഉള്ളതായിരിക്കണം നമ്മുടെ ലൈഫ്. ഇനി നമുക്ക് ഇതെല്ലാം കേട്ടിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് വൺ ബോൾഡ് മൂവ് യു ഹാവ് ബീൻ ഹോൾഡിംഗ് ബാക്ക് ഓൺ? ഒരു പക്ഷേ നേരത്തെ തന്നെ വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം, നിങ്ങൾ പിന്മാറിയിരുന്ന ഒരു കാര്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് ഓരോരുത്തർക്കും നമുക്ക് ആലോചിക്കാം. എന്തെങ്കിലും കാണും. ഒന്ന് വിശദമായിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഒക്കെ ലൈഫിലെങ്കിലും ചിലർക്ക് കാണില്ല, എങ്കിലും ചിലർക്ക് ഒരു പക്ഷെ കാണാം. എന്താണ് ആ കാര്യം തിരിച്ചറിയതിന് ശേഷം ടേക്ക് ആൻ ആക്ഷൻ ദിസ് വീക്ക്. ഈ ആഴ്ച തന്നെ അതിന് നടപടിയെടുക്കുക. അതാണ് ഇതിൽ ചെയ്യാവുന്ന ഏക കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഫർഗെറ്റ് അബൌട്ട് ദ ബ്ലാക്ക് പാർട്സ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന കാര്യം ചെയ്യാനുള്ള ഒരു തുടക്കം, അതിൻ്റെ നടപടികളെങ്കിലും എടുക്കണം. ദാറ്റ് ഇസ് എ മീനിങ് ഫുൾ ലൈഫ് ആക്ച്വലി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു ചലഞ്ച് ഉണ്ട്. നമുക്കുള്ള ചലഞ്ച് എന്താണ്? റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ദെൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്ത് നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന മാതിരി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധ്യമാകുമെന്നാണ് പറയുന്നത്. എന്ത് കാര്യം എഴുതി വെക്കുക. അത് എഴുതുന്നത് വളരെ നമ്മളെ എല്ലാ ആ വികാരങ്ങളോടും കൂടി തന്നെയായിരിക്കും. നമ്മുടെ ഒരു പക്ഷേ ഗോൾ സെറ്റ് ചെയ്ത കാര്യമായിരിക്കാം. ഒരു പക്ഷേ നമ്മൾക്ക് ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു വീട് വെക്കുന്ന കാര്യം തന്നെയൊക്കെ ആകാം. അതിലൊക്കെ വികാരപരമായ കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിച്ചേർത്തുമാണ്. ഒരു അഫർമേഷൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന മാതിരി തന്നെയാണ് ഈ കാര്യവും. അഫർമേഷൻസ് ഒക്കെ അതെല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ ഓൾറെഡി കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ
അതിൻ്റെ ആ എല്ലാ ഫീലിങ്സോടു കൂടി പറയുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ പോലെ കാര്യങ്ങൾ കൂടെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. അതുകൊണ്ട് യു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എഴുതുക, സാധ്യമാക്കുക. അത് എഴുതി വെച്ചാൽ കാര്യം സാധ്യമാകുമെന്നാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടുക്കുന്ന കാര്യം. എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയാൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. ഓക്കെ, ഇനി 2-3 കോട്ട്സ് നമുക്ക് നോക്കാം. എന്താണ് ഈ സബ്ജക്റ്റ് ഒന്ന് അവസാനിക്കാൻ വേണ്ടി ഒരുപാട് കോട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഓലോയെ കുറിച്ച്. ഓക്കെ, so one of them is saying like this: in the end we only regret the chances we didn't take. Number 2, you miss 100% of the shots you don't take. ഇതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഒടുവിൽ നമ്മൾ ഉപയോഗിക്കാത്ത അവസരങ്ങളെ ഓർത്ത് നമ്മൾ ഖേദിക്കും. കറക്റ്റ് അല്ലേ? നമുക്ക് എന്തോരം അവസരങ്ങൾ വന്നിട്ടുണ്ടാവും. ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് പല അവസരങ്ങളും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല, പക്ഷേ അത് ഓർത്ത് നമ്മൾ വേദനിക്കാറില്ലേ? അടുത്തത്, നമ്മൾ എടുക്കാത്ത ഷോട്ടുകളുടെ 100% നമ്മൾക്ക് നഷ്ടമാകും. അത് വളരെ അർത്ഥവത്തമാണ് ആ കോട്ട്. ഓക്കെ, നമ്മൾ ചെയ്യാത്ത ഷോട്ടുകളുടെ 100% നമ്മൾക്ക് നഷ്ടപ്പെടും. അതിൽ നിന്നൊന്നും നമ്മൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് വായിച്ചോ? The world may glorify YOLO. Indeed, you only live once. But living once also means living and planning for your entire life, not just that moment. ലോകം യോലോയെ മഹത്വപ്പെടുത്തിയേക്കാം, തീർച്ചയായും. നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. എന്നാൽ ഒരിക്കൽ ജീവിക്കുക എന്നതിനർത്ഥം ആ നിമിഷം മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിനും വേണ്ടി ജീവിക്കുകയും ആസൂത്രണം ചെയ്യുകയും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. So thank you very much for listening me very patiently. So thank you for all the people on this platform. Sabu sir, back to you. സാബു സാർ maybe he may be busy. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്താണ് ഫീഡ്ബാക്ക് പറയാം, എന്തൊക്കെയാണ് ഈ നമ്മൾ സംസാരിച്ചതിനെ കുറിച്ചുള്ള റിവ്യൂ പറയാം. അപ്പോൾ ആർക്കും തുടങ്ങാം. ആരാണ് ആദ്യം പറഞ്ഞത്? ഷീല മാഡത്തിൽ നിന്ന് നമുക്ക് ആദ്യം കേൾക്കാം. താങ്ക് യു സർ. സാർ ഈ പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാറ് പറഞ്ഞത് ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ആ അവസരം 100% നമ്മൾ കളയുകയാണ്. അത് സാർ അവസാനം പറഞ്ഞതാണെങ്കിൽ പോലും അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആണ് സാറേ അത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓരോ ദിവസവും ഓരോന്ന് ഇങ്ങനെ ചെയ്യണം, ഇതാകണം എന്നൊക്കെ ഉള്ള ഒരു കണക്കുകൂട്ടൽ നടത്താറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങ് നെഗ്ലക്ട് ചെയ്യും, മാറ്റി വെക്കും, അല്ലെങ്കിൽ പിന്നൊരവസരത്തിൽ ആകാമെന്ന് കരുതി. അപ്പൊ അതൊന്നും മിക്കവാറും നടക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ സാറ് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി, നമ്മൾ ഒന്നിനെയും തടസ്സമായി കാണരുത്. നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സില് അത് കരുതിട്ട് സാറ് പറഞ്ഞതുപോലെ എഴുതി വെച്ചിട്ട് എന്നും അതെടുത്തൊന്നും നോക്കാൻ പാകത്തിന് ഒരു ബോണ്ട് പേപ്പറിൽ എഴുതിയാ നമ്മുടെ ചുവരിൽ ഒട്ടിച്ചു വെച്ചിരുന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അതിലൂടെ തന്നെ കടന്നു പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലീവ് ഫുള്ളി നോട്ട് ഫൂളിഷ്ലി, പിന്നെ ജീവിക്കുക, ഫൂളിഷായിട്ട് ജീവിക്കരുത്. അത് സാറ് പറഞ്ഞൊരു സെന്റൻസ്
ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് സാറേ, നമ്മുടെ ജീവിതത്തില് മിക്കവാറും ഒക്കെ ഞാൻ ഇങ്ങനെ ഈ രണ്ടാമത് പറഞ്ഞ വേർഡിലാണ് നിൽക്കാറുള്ളതെന്ന്. ഫൂളിഷായിട്ടാ എനിക്ക് തോന്നാറുള്ളത്. പിന്നെ അപ്പൊ അത് വളരെ ശരിയായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ മെച്ചപ്പെടുത്താൻ നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതില് ഈ ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ പ്രയോജനപ്രദമാണ് സാറേ. ഞങ്ങള് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ് ഒരു എന്ത് പറയാനാ, ഒരു ആപ്പിളാണ്. കാരണം അത് ഒരു ഉറുമ്പ് പോലും കയറി കൊത്തി തിന്നാത്ത രീതിയിൽ ആ ഒരു സബ്ജക്റ്റിനെ സാറ് അതിനകത്ത് നിർത്തും. അപ്പൊ അതിൽ എല്ലാം മധുരവും കാണും, അതിന്റെ ചവർപ്പ് കാണും. എന്തൊക്കെയാണോ ഒരു ആപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടേസ്റ്റ്, അത് കംപ്ലീറ്റ് അങ്ങനെയുള്ള ഒരു ആപ്പിളാണ് സാറ് നമുക്ക് മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും തരാറുള്ളത്. അതും എനിക്ക് അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിന് കയറാനായിട്ട് ഞങ്ങൾ ഇത്ര ഇൻട്രസ്റ്റ് എടുത്ത് ഇരിക്കുകയായിരുന്നു. സാറിന്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ഒരു ക്ലാസ് കയറാൻ പറ്റിയില്ല സാറേ, അത് കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ യോലോ എന്നുള്ളത് പിന്നെ സ്റ്റിക്കറിൽ കണ്ടപ്പോഴത്തേക്കും എന്തായിരിക്കും അതെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ ഒരു പുതിയ ഒരു സാധനം സാറ് ഇറക്കുന്നുണ്ട്, അപ്പൊ അതൊന്നും അറിയണമെന്നും തോന്നി. എന്തായാലും ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴേക്ക് എന്നും സാറേ ഈ പത്രം എടുക്കുമ്പോഴത്തേക്ക് യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴേ ശരിക്കും ഓർക്കുകയാണ്, ഈ മനുഷ്യൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തതെന്നാണ് അല്ലേ? ശരിക്കും ഇപ്പൊ നടക്കുന്ന വെറുതെ ഇരുന്ന ഇറാനിനെ കൂടി ഇതിലേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ട് അവിടെയുള്ള ജനതയെ കൂടി വിഷമിപ്പിക്കുകയാണ്. അവിടെയുള്ള സംസ്കാരത്തെ നശിപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമമാണ് തോന്നാറുള്ളത്. ഇതുപോലെയുള്ള ക്ലാസ്സുകള് സാറിനെ പോലുള്ളവർ പോയി അവിടെയുള്ള നേതാക്കൾക്ക് എടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നി. ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് തോന്നിയ ഒരു കാര്യമാണ്. എന്തായാലും ഒരു ചലഞ്ചായിട്ട് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ഒരു ചലഞ്ചായിട്ട് ഇനി എനിക്ക് എന്തൊക്കെ ആകണം, അല്ലെങ്കിൽ എന്താണ് എന്റെ ലക്ഷ്യം എന്നുള്ളത് ഞാൻ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഞാൻ അതാകാൻ ശ്രമിക്കും. അതിൽ ഞാൻ സക്സസ് ആവുമെന്ന് തന്നെയാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീമ. യെസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമുക്ക് തീർച്ചയായിട്ടും സാധിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട. യു വിൽ ഗെയിൻ ഇറ്റ്. ഓക്കെ, സാബു സാറ് തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്തതാരാണ്? നമ്മുടെ ഷാജു ജോർജ് സാറിനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സാറ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഷാജു സാർ? ഓക്കെ, നമുക്ക് അടുത്തതാരാണ്? രമാവതി മാഡത്തിന് പറയാം. തീർച്ചയായിട്ടും സ്നേഹലത മാഡമുണ്ട്, ഉഷ മാഡമുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സാബു സാർ. കാരണം എനിക്ക് തോന്നുന്ന സാറിന്റെ ക്ലാസ് അതായത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന പ്രസന്റില് ഹാപ്പി ആയിട്ട് ജീവിക്കാന്നുള്ള ഒരു തത്വം അതിലില്ലേ എന്നൊരു സംശയം. കാരണം മുമ്പ് നമ്മള് ഇപ്പൊ അധിക സമയം കളയുന്നുണ്ടല്ലോ സാറേ. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ നമ്മള് ഒരു യാത്ര പോകുമ്പോഴും ഒരു കുടുംബത്തിന്റെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴും ഞാൻ സാധാരണ പാട്ട് ആസ്വദിച്ചുകൊണ്ടും അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോ എൻ്റെ വീട്ടിലല്ലാത്ത അടുത്ത കുടുംബം ആ കാറിലുണ്ടെങ്കിൽ അവർ പറയുന്നത് മരുമകളെ പറ്റിയിട്ടും കുറെ മുമ്പേ കഴിഞ്ഞ കഥകൾ. അപ്പൊ നമുക്ക് മടുക്കും, മനസ്സ് മടുക്കും. ഞാൻ സാറ് വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സ് മടുക്കും. അതിലുപരി അപ്പൊ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും നമുക്കും കൂടി പോകും സാറേ. നമ്മളിപ്പം എന്താ പറയാ കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള സമയത്തല്ലായിരിക്കും. അപ്പം പിന്നെ കൂടാതെ ഈ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഷീല മാം പറഞ്ഞ പോലെ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എഴുതി വെക്കണം എന്ന് ഷീല മാം പറഞ്ഞില്ലേ, അത് ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ ഇങ്ങനെ സർവീസിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ച് വെക്കും ഷീല മാം. എന്താ പറഞ്ഞാല് എനിക്ക് നാളെ പോയിട്ട് ഓഫീസിൽ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ഞാൻ കുറിച്ച് വെക്കാം. എന്നിട്ട് വഴിക്ക് വഴി അത് ടിക്ക് ചെയ്യും. എന്താ പറഞ്ഞാല് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് പറഞ്ഞതായിരിക്കും, മാഡം ഇതൊന്ന് നോക്കിയിട്ട് നാളെ പറഞ്ഞു തരുമോ. ഫോൺ നമ്പറെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ സീനിയോറിറ്റി എത്ര വരെ എത്തി അത് ഉറപ്പായിട്ടും ഞാൻ ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുക. എനിക്ക് ശീലം ഞാൻ പറയുമ്പോൾ അത് ഓർമ്മയായി. അതെനിക്ക് തോന്നുന്നു പാരൻസിന്ന് കുട്ടികളിലേക്കും
പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മോള് എല്ലാം ഫ്രിഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സംഭവമില്ലേ, അതിലിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ടുണ്ടാവും, വാങ്ങിക്കേണ്ട സാധനം ഇതൊക്കെ. അത് പിന്നെ അത് കൂടാതെ നമുക്ക് ഭാവിയിൽ എന്താന്നുള്ളത് എനിക്ക് തോന്നുന്നു ചിലവര് പിന്നെ എന്താ പറയേണ്ടത്, കുറെ മുന്നേ ചിന്തിക്കുന്നവരുണ്ട് ഭാവിയെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നത് മനോജ് സാറേ അത് വേണ്ടാന്ന്. നമ്മള് ഭാവിയിൽ അത് നെഗറ്റീവ് തോട്ട്സും ആവാം. അങ്ങനെ പോയാൽ ആ കുട്ടീനെ എവിടെ കൊണ്ടുവന്നാൽ ശരിയാവുക, ആ കുട്ടീനെ എവിടെ വളർത്തുമ്പോൾ ആ കുട്ടി വാഹനങ്ങളെല്ലാം ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ, റോഡ് ശരിയില്ലേ, അങ്ങനെല്ലാം ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് വന്ന ഫുള്ള്, അതായത് ഇപ്പോഴുള്ള മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ലൈഫിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ എന്നുള്ള അർത്ഥത്തിലാണ് സാറിന്റെ ക്ലാസ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാറിന്റെ ക്ലാസ് അങ്ങനെയാണ് ശരിക്കും, ആ ഒരു സമയത്ത് തീർക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, സാർ അത് സമയത്ത് തീർത്തിരിക്കത്തേ ഉള്ളൂ. ശരി, താങ്ക് യു സാർ. അതെ, താങ്ക് യു രമാദേവി. അത് ഈ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം എപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് ടെൻഷനും, ശരിക്കും നമ്മുടെ ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ. അപ്പോൾ ആ ഡെസ്റ്റിനി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ കൂടെയുള്ളൊരു യാത്രയായിരിക്കും മാഡം ഇപ്പോൾ പറഞ്ഞു. തീർച്ചയായിട്ടും നല്ലത്. നമ്മൾ എന്താണ് അതൊക്കെ നമുക്ക് വരാനുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമ്മളുടെ കയ്യിലല്ലാത്ത രീതിയിലുള്ള കുറേ കൺട്രോളുകളൊക്കെ നമ്മൾക്കുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെതായ പൂർണ്ണതയിൽ സംഭവിക്കുള്ളൂ യാതൊരു തർക്കവുമില്ല. ജോർജ് സാറിനെ കണ്ടിട്ട് കുറേ നാളുകളായി. പ്രിയപ്പെട്ട ജോർജ് സാറ്, വെൽക്കം സാർ. താങ്ക് യു. താങ്ക് യു മനോജ് കുമാർ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ നാവ് കൊണ്ട് എന്താ പൊന്നാക്കുന്ന ആ നാവ്, എല്ലാ വാക്കുകളും അമ്മാനമാടുന്നത് അതിമധുരത്തോടെ, അശ്ലീ അത് അവതരണ രീതി അത് എല്ലാം ഗംഭീരം. പിന്നെ ഇന്നത്തെ വിഷയം എനിക്ക് തോന്നുന്നു ഇതുവരെ പഠിച്ച ക്ലാസ്സുകളെല്ലാം കൂടെ ആറ്റിക്കുറുക്കി സത്തെടുത്തതുപോലെ നമ്മുടെ ബുധനാഴ്ചകളിൽ 100-ലധികം ക്ലാസ്സുകളിൽ പറഞ്ഞത് മൈൻഡ്ഫുൾ ക്ലാസ്. ഇപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പറഞ്ഞ അത് തന്നെയല്ലയോ ഈ യോലോയിലും പറയുന്നു. വല്ല ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കാതെ ഇപ്പൊ ഒന്ന് കഴിഞ്ഞു കൂടിയാൽ മതി, ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുക, റിസ്ക് ഫുള്ളല്ല റിച്ച് ഫുള്ളായി ജീവിക്കുക. എത്ര സൂത്രങ്ങളാ പറഞ്ഞു തന്നെ, എല്ലാം കറക്റ്റാണ്. ഇതുപോലെ സാറെ വല്ലപ്പോഴും ഒക്കെ എന്തോരം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒന്ന് തട്ടിമുട്ടി ജോർജ് ഇങ്ങനെയാ ഓർത്തേ ശരിയല്ലേ, ഇത് എന്നെ പോക്ക എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഇതൊക്കെ വേണം. വളരെ നന്നായിരിക്കും സാറേ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോർജ് സാർ. ഉഷ ടീച്ചർ എന്താണ് പറയാനുള്ളത്, പറയൂ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. സാറിൻ്റെ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യോലോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് സാർ എടുത്തത് ഭയങ്കര മീനിങ്ഫുൾ ആയിട്ട് എനിക്കും തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ശരിയായ രീതിയിൽ നമ്മുടെ ഈ ഒരു ജീവിതം വിനിയോഗിക്കുകയാണെങ്കിൽ, ഗോൾ സെറ്റ് ചെയ്യുക, ലൈഫ് ലോങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജീവിതം മാത്രം മതി അല്ലേ? അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട വയലാർ എഴുതിയിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ മാത്രമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഇപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട്, മനോഹരമായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. അത് എത്രത്തോളം മീനിങ്ഫുൾ ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിലിരിക്കും അതിന്റെ റിച്ച്നെസ് എന്നാണ് സാർ ഇപ്പൊ പറഞ്ഞതിന് യോലോ എന്നുള്ള ഒരു സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സാർ അതിന്റെ ആ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത് സാറിന്റെ അത്രമാത്രം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു ടോപ്പിക്കിന്റെ സെലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ റൂട്ട്, അതിന്റെ ഡെഫിനിഷൻ, അതുപോലെ ഒരു ചൈനീസ് പ്രോവർബ് സാർ പറഞ്ഞിരുന്നു. എത്ര മനോഹരമായിട്ട് നമ്മൾ ജീവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജീവിതം മാത്രം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിയൽ ലൈഫ് മൂവ്മെന്റ്സിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയതായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സോളോ ട്രാവൽസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, അപ്പോഴൊക്കെ നമുക്ക് വളരെയധികം
നമ്മുടെ ഒരു കൂടുതൽ കൂടുതൽ ഒരു എബിലിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും, കോൺഫിഡൻസ് കൂടും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിന് ഒരുപാട് മീനിങ്ഫുൾ ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാറ് പറഞ്ഞത് നമ്മുടെ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല യോലോ എന്നുള്ളതില്. ഓരോ അവസരങ്ങളും നമ്മളെ ഓരോ സാധ്യതകളാണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും ആ അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ലൈഫിന്റെ സക്സസ്ഫുൾ ആയിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. സാറിന്റെ ക്ലാസ് അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. സാർ എപ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്നാലും ഒരു രാഗതാള ലയ ഭാവത്തോടു കൂടിയാണ്, ഭാവസാന്ദ്രമായിരിക്കും സാറിന്റെ ഓരോ ക്ലാസ്സുകളും. മ്യൂസിഷ്യൻ ആയതുകൊണ്ട് മാത്രമായിരിക്കാം അങ്ങനെയൊരു എനിക്ക് തോന്നുന്നു. എപ്പോ വന്നാലും സാറിന് നിറയെ അറിവുകളും അതിന് കണ്ടന്റ് ഉണ്ടായിരിക്കും ധാരാളം. ഒരു നീലാംബരി രാഗം പാടി എങ്ങനെയാണോ ഒരാളെ സന്തോഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് ഫുൾഫിൽനെസ് ഒരാൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണോ, അത് കേൾക്കുമ്പോഴും പ്രകൃതി പോലും എത്രത്തോളം ഭംഗിയായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ, അബ്സോർബ് ചെയ്യുന്നോ, അതുപോലെ ആയിരിക്കും സാറിന്റെ ഓരോ വേർഡ്സും ഓരോ നോളജും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും, കൺഗ്രാജുലേഷൻസ്. അതുപോലെ എല്ലാവർക്കും യോഗ ഡേയുടെയും ലോക സംഗീത ദിനത്തിന്റെയും ആശംസകളും ഞാൻ ഷെയർ ചെയ്യുന്നു. രമാവതി മാം, താങ്ക് യു സോ മച്ച്. അതുപോലെ ഷാജി സാറിനെ വിളിച്ചിട്ട് വന്നില്ല, സാറിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് സാർ. വരാറുണ്ട്. ഓക്കെ ഓക്കെ മനസ്സുമാൻ സാർ വിളിച്ചിട്ട്. ഷാജി സാർ, വെൽക്കം. താങ്ക് യു സർ. ഞാൻ കേൾക്കാവോ? എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, സാറിന് ഞങ്ങൾ കേൾക്കാം. സാറിന്റെ സ്ക്രീൻ കാണാം, വീഡിയോയിൽ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം, പക്ഷെ സാറിനെ ഫിഗർ ഞങ്ങൾ കാണാൻ പറ്റും, വോയിസ് കേൾക്കാം. പാലത്തിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നാ മതി, പാലോട് കാണാൻ പറ്റും. അതല്ല, ഇപ്പൊ കാണാം. ടെക്നിക്കലി എന്തോ പ്രശ്നമായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായ ഒരു ക്ലാസ്സിൽ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, കൂടുതൽ അർത്ഥവത്തായിട്ടും കൂടുതൽ ഫലപ്രദമായിട്ടും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ സിമ്പിളായിട്ട്, വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. വളരെ നന്ദി. എന്തായാലും അത് ഇപ്പൊ ഉഷമാടം പറഞ്ഞ പോലെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ജീവിച്ച് തീരാറാവുമ്പോഴാണ് എങ്ങനെയായിരുന്നു ജീവിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിക്കുമ്പോഴേക്കും ആയുസ് തീരും. അപ്പൊ അത് കുറച്ച് മുമ്പേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പൊ തന്നെ നമ്മളൊക്കെ കാലം കഴിഞ്ഞു പോയി എങ്കിൽ പോലും കുറച്ച് മുമ്പേ അത് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് പല വഴികളുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ചെറുപ്പത്തിലെ മുതലേ നോ എന്ന് കേട്ട്, അരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, വെള്ളത്തിൽ ഇറങ്ങരുത്, മരത്തെ കയറരുത് എന്നൊക്കെ കേട്ട് ജീവിച്ചു വരുന്ന ആളുകളാണല്ലോ. അത് പേരൻസിന്റെ ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ കെയറിന്റെ കൂടുതൽ കൊണ്ടൊക്കെ ആയിരിക്കാം, നമുക്ക് അവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ എങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന ഒരു ചിന്തയാണ്, ഒരു ഇൻഹിബിഷൻ തിയറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു തടസ്സം എപ്പോഴും വരും. ഈ CBT പറയുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആ രീതിയിൽ വരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ ടെൻഡൻസി നമുക്കുണ്ട്. അപ്പൊ അതിനെ മറികടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണെങ്കിലും ചിന്തിച്ചുറപ്പിച്ചാണെങ്കിലും നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ വളരെ വലിയ ഒരു ലോകം നമുക്ക് കിടപ്പുണ്ട്. അത് ഇടയ്ക്കൊക്കെ അത് ജനൽ തുറന്ന് പുറത്തേക്ക് വെക്കുക, വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക എന്ന് പറയുന്ന പോലെ ചുറ്റുപാടും കുറച്ചുകൂടി നമുക്ക് ഭംഗിയായിട്ടും ഫലപ്രദമായിട്ടും ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്ന മനോജ് സാറിന് വലിയ നന്ദി. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഷാജു സാർ. ഇനി ആരാണ്? നമ്മുടെ സ്നേഹലത മാമും കൂടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ട്. സ്നേഹലത മാം. സ്നേഹലത മാം അൺമ്യൂട്ട് ചെയ്യാമോ? അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. സബു സാർ, ഓവർ ടു യു സാർ. അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ റിവ്യൂ ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള റിവ്യൂവും ഫീഡ്ബാക്കും ഒക്കെ നമ്മൾ കേട്ടു. സാറ്
തിരക്കാണെങ്കിൽ നമുക്ക് ഈ ഇന്നത്തെ ഷോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി, സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസമായിരുന്നു. ഇന്നിങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയും ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച് ആൻഡ് ഇന്ന് താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ, ഇന്ന് മ്യൂസിക് ഡേ ആയതുകൊണ്ട് സാറിന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല, കോൺട്രിബ്യൂഷൻ മ്യൂസിക് ഡേ ഞങ്ങൾ പറഞ്ഞത് ഇൻട്രഡക്ഷനിൽ മാത്രമേ പറഞ്ഞുള്ളൂ. മ്യൂസിക് ഡേ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ പറയാൻ പറ്റില്ല. അതിന് നാളെ പ്രത്യേകിച്ച് താങ്ക് യു. സാബു സാർ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് ഡേ ഒരു ദിവസം മാറിയെന്നേ ഉള്ളല്ലോ. അപ്പോൾ വേൾഡ് മ്യൂസിക് ഡേ നമുക്ക് നാളെ സാബു സാറിന്റെ എന്തോ പ്ലാനിങ് ഉണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. എന്തെങ്കിലും കാണും. നമുക്ക് എപ്പോഴും എന്താണ് ആഘോഷമാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യും. അതിനുള്ള ദിവസം തന്നെ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ വേൾഡ് മ്യൂസിക് എന്തായാലും മാർച്ച് 20. അല്ലേ സാറേ, സാറൊരു പുതിയ വിഭവം വിളമ്പാതിരിക്കില്ല നാളെ. അതെ, നമുക്കെന്തെങ്കിലും ചെയ്യും. ഇതിന്റെ നമ്മുടെ പല കാര്യങ്ങളും പലരുടെയും ഫീഡ്ബാക്ക് കേൾക്കുകയും, ഇപ്പൊ സാബു സാറൊക്കെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സാറിന് ഐഡിയ ഉള്ള കാരണം പല കാര്യങ്ങളൊക്കെ വലിയ പ്ലാനിങ് ഇല്ലാതാണ് ശരിക്കും പറയാൻ നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു ഫോൺ കോളിൽ കൂടെ വരുമ്പോൾ നമുക്കും ഐഡിയ തോന്നും. അപ്പോൾ അങ്ങനെയാണ് പല കാര്യങ്ങളിലും എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടതിൻ്റെ രീതിയിൽ സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. നമ്മളുടെ പാട്ട് ഇതിലൂടെയുള്ള എപ്പിസോഡ് കൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സാർ, ഓവർ ടു യു. യെസ് യെസ് ഓക്കെ. സാബു സാർ. അപ്പൊ താങ്ക് യു വെരി മച്ച്. നാളെ എങ്ങനെയാ പാട്ട് വിശേഷം? ആരാ? ഷീല മാമിന്റെയും ഉഷ മാമിന്റെയും ആണോ പാട്ടുകൾ? പിന്നല്ലാതെ എന്താ മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ മ്യൂസിക് ഡേ അല്ലെ? ഇന്റർനാഷണൽ മ്യൂസിക് ഡേ. വേൾഡ് മ്യൂസിക്. വേൾഡ് മ്യൂസിക്. അതാണ് നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടപാട്ടുകളായിട്ട് വരിക. അതിനുശേഷം രമാവതിയുടെ അടുത്ത ആഴ്ചയിൽ രമാവതി മാമിന്റെ ഇഷ്ടപാട്ടുകൾ, അങ്ങനെ നമുക്കങ്ങ് പോവാം. അപ്പൊ ചൂടെ പിന്നെ നമ്മള് പോലെ പാട്ടുകൾ പഠിക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നാളെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം കേട്ടോ. ഓക്കെ. എല്ലാ ക്ലാസ്സിൽ വരുന്ന നാളത്തെ സെഷനിൽ എല്ലാരെയും ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ്, അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ. രമാവതി മാം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരണം കേട്ടോ. ഇഷ്ടമുള്ള വരാം. ഓക്കെ. റോഷിനിയും വരാൻ പറയണേ. റിച്ച് ആയിരുന്നു, എല്ലാവരും ഉള്ളപ്പോ നല്ല ഭംഗിയുണ്ട്. അതാണ് തീർച്ചയായിട്ടും. താങ്ക് യു സർ. സാബു സാർ എന്തോ പറയാനായിട്ട് തുടങ്ങിയിരുന്നു സാർ. സാബു സാർ, നമുക്ക് ഒരിക്കലുള്ള ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി എടുക്കാം അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകൾ നമ്മുടെ കയ്യിലുണ്ട്. സോളോ ട്രാവൽ പറ്റില്ല, എല്ലാവരും കൂടി ട്രാവൽ ചെയ്യാം. അതെ, റിസോഴ്സുകളൊക്കെ കൂടുതലാണ്. അബണ്ടൻസ് ആയിട്ടാണ് എല്ലാം ശരിയാണ്. നമുക്ക് സോളോ ട്രാവൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ട്രാവൽ ചെയ്യാം. Yes. Okay. Thank you. Okay. Thank you and good night. See you. Bye. Okay, sir. Thank you. Good night. Take care. Bye bye.